ഗായ്സ്, എല്ലാവർക്കും അറിയാലേ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലുള്ള ആ ലൈറ്റ് ഷോനെ കുറിച്ചിട്ട്. എന്ത് വൈബാർന്നറിയാം അവിടെ. നമ്മൾ അക്കലെ നിന്ന് തന്നെ ആ ലൈറ്റ് മിന്നെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി പറ്റണമെന്ന്. തൃശ്ശൂർക്കാരായ നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ ആര് കാണാനല്ലേ. എന്ത് വൈബാന്ന് പറയുക, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നമുക്ക് ലൈറ്റ് കൊണ്ട് ഇങ്ങനെ സ്വർഗം തീർത്തിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂരിലൊരു മാത്രമല്ല, ഇതറിഞ്ഞ് എല്ലാവരും മിക്കവരും വന്ന് കണ്ടിട്ടുണ്ടാവും. അത്രയും രസകരമായിരുന്നു കേട്ടോ ഒരുക്കിയിരിക്കുന്നത്. ലൈറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല പറയാം, അത്ര രസമായിരുന്നു കാണാനായിട്ട്. മിന്നും നക്ഷത്രങ്ങളാണ് മൊത്തം. നമ്മൾ ആ വെളിച്ചത്തിൻ്റെ ഉള്ളിൽ, കൂടാരത്തിൻ്റെ ഉള്ളിൽ, അങ്ങ് സ്വർഗത്തിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക്. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയാണ് അല്ലെങ്കിൽ നമുക്ക് ദൂരം കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് വരാതിരിക്കരുന്നേ പറയാനുള്ളൂ. കാരണം ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ തൃശ്ശൂർ നമ്മൾക്ക് വേണ്ടി ഒരു സ്വർഗം തന്നെ അങ്ങ് തീർത്തേക്കാണ്. നോക്കി, നീല നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് പോകുന്ന പോലെ ഒരു ഫീലില്ലേ, നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ വീഡിയോ എടുക്കുന്ന പോലെയല്ല, ഇതിനേക്കാളും രസമാണ് നമുക്ക് നേരിട്ട് കാണാനായിട്ട്. സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ കാണാതിരുന്നിരുന്ന് നമുക്ക് നന്നായിട്ട് മിസ് ചെയ്തേനെ. ഞാൻ 2 വട്ടമൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. കാരണം ഈ ലൈറ്റിൻ്റെ ഞാൻ അടുത്ത് തന്നെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വർക്ക് ചെയ്യുന്നതായാലും അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ 2 വട്ടമൊക്കെ 2-3 പ്രാവശ്യം ഞാൻ ഒരു ദിവസം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മരങ്ങളൊക്കെ എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് അവർ നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്നത് അല്ലേ. ഒന്ന് കാണാൻ മാത്രമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒന്ന് കണ്ണൊന്ന് മഞ്ഞളിക്കും കാണുമ്പോൾ. മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവും. ഇനി ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ നമ്മളെ ഒന്ന് നനപ്പിക്കാനൊക്കെ നോക്കി, ഒന്ന് വിഷമിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെ മഴയൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു ആളുകളുടെ വരവ്. കോടയൊക്കെ ചൂടിയിട്ടായാലും നമ്മൾ ലൈറ്റ് കണ്ടിട്ടേ പോകും. ഇതൊരു അറ്റം തൊട്ടൊരു ഒറ്റ വരങ്ങ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതേ നോക്കി, നക്ഷത്രങ്ങൾ കൊണ്ടങ്ങ് അലങ്കരിച്ചിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഒരു പ്രത്യേക വൈബാണ് ഇതിൽ കൂടെ പോകുമ്പോൾ കേട്ടോ. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ജനങ്ങളും ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന്. കാരണം ഒരുപാട് മണിക്കൂറുകളോളം ഞാനിവിടെ ഇരുന്നപ്പോൾ അവിടുത്തെ തിരക്കൊന്നും ഒഴിഞ്ഞിട്ടൊന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, തിരക്ക് ഒഴിയുന്നേ ഇല്ല. നമ്മൾ ഇതിൻ്റെ എൻഡ് വരെ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്ന വരെ നമ്മൾ അവിടെ തന്നെയാണ്. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ നിന്നൊന്ന് ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാനുള്ളൊരു വഴി പോലും നമുക്ക് കിട്ടണില്ല എന്നുള്ളതാണ്. പലരും അവരുടെ എൻജോയ്മെൻറ്റ്, അവരുടെ ഫോട്ടോ എടുപ്പിൽ, വീഡിയോസ് ഇതിലൊക്കെ എൻഗേജ് ആയി നിൽക്കുകയാണ് കേട്ടോ. കാരണം അത്രയും രസകരമായിരുന്നല്ലോ ഇത്. ഞാനൊരു ഭാഗത്ത് വന്ന് ഇരുന്ന് എന്നിട്ട് അങ്ങ് ചുറ്റും കണ്ട ആ വ്യൂ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കണം. കണ്ടോ, ഒരൊറ്റ ഞാൻ ലേറ്റ് കെടുത്തി ഗൈസ്. ഒരു 10 മണിക്ക് ഓഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞത് കേട്ടോ. പക്ഷേ 11-10 ആയിട്ടാണ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്. ആൾക്കാരുടെ തിരക്ക് കാരണം കൊണ്ട്. കണ്ടോ ഇപ്പോഴും എന്ത് തിരക്കാച്ചിട്ട് അവിടെ. അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം തന്നെ അപ്പോൾ കാണാം കേട്ടോ. ബായ്.